Magnetic properties of solids. ഏതൊരു സോളിഡിലും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസിനെ നമ്മൾ മാഗ്നറ്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ടൈനി മാഗ്നറ്റ്സ്, അത് ചെറിയ ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് ടൈനി മാഗ്നറ്റ്സ് ആയിട്ട് ഓരോ ഇലക്ട്രോണിനെയും നമ്മൾ വിചാരിക്കുകയാണ്. ഈ ടൈനി മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്, അതായത് രണ്ട് തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടല്ലോ ഇലക്ട്രോൺസിന്. ആറ്റങ്ങളിലെ ഇലക്ട്രോൺസിന് ഓർബിറ്റൽ മോഷനുണ്ട്, സ്പിൻ മോഷനുണ്ട്. ഈ ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും ഈ ഇലക്ട്രോണിൽ നടക്കുന്നത് കൊണ്ട് ഒരു ചാർജുള്ള സബ്സ്റ്റൻസ് ആണല്ലോ ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ചാർജ്ഡ് ബോഡിയാണ്, മൂവ്മെൻറ്റ് ഉണ്ട്, ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും ഉള്ളത് കൊണ്ട് തന്നെ അതിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ മാഗ്നറ്റിക് മൊമെൻ്റാണ് എന്തിന് കാരണം? എല്ലാ സോളിഡ്സിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത് ഈ മാഗ്നറ്റിക് മൊമെൻ്റാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാകുന്നത് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ്, മോഷൻ, ഈ ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും വഴിയാണ്. ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് ബോർ മാഗ്നറ്റോ എന്നുള്ള യൂണിറ്റിലാണ് മെഷർ ചെയ്യുക. പിന്നെ പ്രധാന ഒരു കാര്യം, മാഗ്നറ്റിക് മൊമെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാൽ 0 ആയി പോകും ടോട്ടൽ വാല്യൂ. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന പോയിൻറ്റ്. ബോർ മാഗ്നറ്റോ എന്നാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ബിഹേവിയറിൻ്റെ ബേസിൽ, അതായത് നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ ഓരോ സോളിഡും എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ചിട്ട് അതാണ് മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ബിഹേവിയറിൻ്റെ ബേസിൽ സോളിഡ്സിനെ 5 ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണവ? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇതാണ് 5 തരം സോളിഡ്സ്, 5 ടൈപ്പ് സോളിഡ്സ്. എന്തിൻ്റെ ബേസിലാണത്? മാഗ്നറ്റിക് ബിഹേവിയറിൻ്റെ ബേസിൽ. അതിൽ ഫസ്റ്റ് വൺ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് നമുക്ക് ലാസ്റ്റ് ഇയർ പരിചയമുള്ളതാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. ഓക്സിജനൊക്കെ പാരാമാഗ്നറ്റിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാറുണ്ട് എംഒ ഡയഗ്രം വരച്ചിട്ട്. അപ്പോൾ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസിലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അവ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡാണ് അതിൻ്റെ നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നോർത്ത് പോൾ സൗത്ത് പോളിൻ്റെ അതിൽ കൂടെ നോർത്ത് പോളും സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്. ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് നേരെ പോകുന്നതിന് പകരം ഈ ഒരു മെറ്റീരിയൽ, അതായത് ഇതൊരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്, അതുകൊണ്ട് ഇതിലേക്ക് വീക്കായിട്ട് ഒരു വീക്ക് അട്രാക്ഷൻ കാണിച്ചു. വീക്ക് അട്രാക്ഷൻ ഈ സബ്സ്റ്റൻസിലേക്ക്, ഈ ഫോഴ്സ്, ലൈൻസ് ഓഫ് ഫോഴ്സിന്. അത് എന്തുകൊണ്ടാണോ സംഭവിച്ചത്? പാരാമാഗ്നറ്റിക് ആയതുകൊണ്ട്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. ദേ കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആൻഡ് ദേ ആർ ടെമ്പററി മാഗ്നറ്റ്സ്. എന്താ ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു മാഗ്നറ്റിക് ബിഹേവിയർ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാൽ പിന്നെ ഇല്ലാതാവും. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലേ ഈ ഒരു ബിഹേവിയർ, മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ഈ മാഗ്നറ്റിക് ബിഹേവിയർ അതിൽ കാണുന്നില്ല. അതുകൊണ്ട് ഇതൊരു ടെമ്പററി മാഗ്നറ്റാണ്. ഇനി അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഈ അട്രാക്ഷന് കാരണം, അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ബിഹേവിയറിന് കാരണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുതലുള്ളതിന് കൂടുതൽ പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത വാക്കുകളാണ്, സെൻറ്റൻസസ് ആണ് പഠിച്ചു വയ്ക്കുന്നത്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, റൈറ്റ് എ നോട്ട് ഓൺ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. They contain unpaired electrons. They are temporary magnets since they lose their magnetism in the absence of magnetic field. Then greater the number of unpaired electrons, greater will be the paramagnetic property. Example, O2, Cu2 plus, Fe3 plus, Cr3 plus, etc. Next one, diamagnetic substances. Diamagnetic substances നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്? വീക്ക്ലി റിപ്പൽഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കില്ല. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ടാണ് വീക്ക് റിപ്പൽഷൻ കാണിക്കുന്നത്. റിപ്പൽഷനാണ് കാണിച്ചിട്ടുള്ളത്. ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ സബ്സ്റ്റൻസിൽ നിന്ന് അകന്നു പോകുന്നു, റിപ്പൽഷൻ വഴി അകന്നു പോകുന്നു. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇതാണ് മാഗ്നറ്റ്. നോർത്ത് പോൾ സൗത്ത് പോളാണ് നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തത്. എക്സാമ്പിൾ, H2O, NaCl, ബെൻസീൻ, എക്സെട്ര. ദേ ആർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. നെക്സ്റ്റ് വൺ, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. Ferromagnetic substances is extreme case of paramagnetism. Ferromagnetism is the extreme case of paramagnetism. Therefore, there will be unpaired electrons in that compound. Ferromagnetic substance always contain unpaired electrons like paramagnetic substance. The difference is that they are strongly attracted by the magnetic field. Also, they are permanent magnets. ഈ 2 പോയിൻ്റാണ് പാരാമാഗ്നറ്റിന് വ്യത്യാസം. എന്തൊക്കെയാണ്? അവിടെ വീക്ക് അട്രാക്ഷനാണ് നമ്മൾ പാരാമാഗ്നറ്റിക്കിൽ പറഞ്ഞത്, ഇത് സ്ട്രോങ് അട്രാക്ഷനാണ്. അവിടെ ടെമ്പററി മാഗ്നറ്റാണ് പാരാമാഗ്നറ്റിക് എങ്കിൽ ഫെറോമാഗ്നറ്റിക് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ്. That is why it is known as extreme case of paramagnetism. അതായത് മാഗ്നറ്റിക് ബിഹേവിയർ
നമ്മുടെ എക്സ്റ്റേണൽ ഫീൽഡ് മാറ്റിയാലും അത് സ്ഥിരമായി തന്നെ നിൽക്കും. അതാണ് പെർമനൻറ്റ് മാഗ്നറ്റ്. എക്സാമ്പിൾസ് അയേൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം, CrO2 എക്സെട്ര. ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്താൽ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഇങ്ങനെയാണ് അലൈൻ ചെയ്ത് നിൽക്കുക. എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റ്സിലും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. എത്ര എണ്ണം വേണമെങ്കിൽ വരയ്ക്കാം. ഇതിപ്പോൾ 6 എണ്ണം വരച്ചു അത്ര ഒന്നുമില്ല, 4 എണ്ണം വരച്ചാലും മതി, അല്ലെങ്കിൽ 7 എണ്ണം വരയ്ക്കാം. പക്ഷേ എല്ലാം ഒരേ ഡയറക്ഷനിലേക്കായിരിക്കണം. അതാണ് അലൈൻമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഇൻ ദ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് 4ാമതാണ്. എന്താണ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? ഈ ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. പിന്നെ സ്ട്രോങ് റിപ്പൽഷനാണ്. പക്ഷേ ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിട്ടും സ്ട്രോങ് റിപ്പൽഷൻ കാണിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ചോദ്യം. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിട്ട് സ്ട്രോങ് റിപ്പൽഷൻ കാണിക്കുന്നത് ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയി പോകുന്നതുകൊണ്ട്. ഓരോ അൺപെയ്ഡ് ഇലക്ട്രോണിന് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, പക്ഷേ ടോട്ടൽ 0 ആവുന്നു. അവിടെയാണ് നമുക്ക് ആ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഉപയോഗം വരുന്നത്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടെ അലൈൻമെൻറ്റ് കണ്ടാൽ മനസ്സിലാവും. മാഗ്നറ്റിക് മൊമെൻറ്റ്സ് 1, 2, 3 the upward direction, 3 other magnetic moments in the downward direction. Therefore total will be 0. Total magnetic moment will be 0. They cancel each other. അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി പോയാൽ എന്ത് സംഭവിക്കും? ടോട്ടൽ 0 ആവും. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടായിരിക്കും. അതാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിട്ടും ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്. അതുപോലെ റിപ്പൽഷനാണ് കാണിക്കുന്നത്. എക്സ്റ്റേണൽ ഫീൽഡുമായിട്ട് സ്ട്രോങ് റിപ്പൽഷനും കാണിക്കുന്ന സബ്സ്റ്റൻസാണ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഡെഫിനിഷൻ പറയാം. നമ്മൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണുമ്പോൾ നമ്മൾ പാരാമാഗ്നറ്റിക്കോ ഫെറോമാഗ്നറ്റിക്കോ ആണെന്ന് വിചാരിക്കും. പക്ഷേ 0 നെറ്റ് മൊമെൻ്റ് ഉള്ള സബ്സ്റ്റൻസ് ആണത്. സബ്സ്റ്റൻസസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു പൊസസ് പാരാമാഗ്നറ്റിസം ഓർ ഫെറോമാഗ്നറ്റിസം ബട്ട് ആക്ച്വലി പൊസസ് 0 നെറ്റ് മൊമെൻറ്റ്. ദാറ്റ് സബ്സ്റ്റൻസസ് ആർ നോൺ ആസ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇതുവരെ ഇവിടെ കറക്റ്റ് അലൈൻമെൻറ്റ് വരയ്ക്കാൻ പഠിക്കണം. 6 എണ്ണം വരയ്ക്കണമെന്നില്ല, 8 എണ്ണം വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പറായിട്ട് വരയ്ക്കണം. കാരണം പകുതി മുകളിലേക്കും പകുതി താഴത്തേക്കും ആരോസ് വരണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഈവൻ നമ്പറുള്ള ആരോസ് വരയ്ക്കാം. 4 എണ്ണം വരച്ചാൽ 2 എണ്ണം മുകളിലേക്കും 2 എണ്ണം താഴത്തേക്കും. ഇവിടെ 3 താഴത്തേക്കും 3 എണ്ണം മുകളിലേക്കുമാണ് വരച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വരെ ഹീറ്റ് ചെയ്താൽ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. MnO, MnO2 ആണ് എക്സാമ്പിൾസ്. ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, 5th കാറ്റഗറി, ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വീക്ക് അട്രാക്ഷനാണ്. എന്തുകൊണ്ട് വീക്ക് അട്രാക്ഷൻ ആയത്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് കുറച്ച് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. 1, 2, 3, 4 അല്ലേ? 4 ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ആൻഡ് 2 ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അൺഈക്വൽ നമ്പറായിട്ട് വരുന്നുണ്ട്. ഈക്വൽ ആവരുത്. ഈക്വൽ ആയാൽ അത് ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആവും. എല്ലാം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് ഫെറോമാഗ്നറ്റിക് ആവും. ഇത് അൺഈക്വലായിട്ട് ഓപ്പോസിറ്റായിട്ട് വരുന്നു. അപ്പോൾ എത്ര വേണമെങ്കിലും എഴുതാം. ഒരു 6 എണ്ണമാണെങ്കിൽ എങ്ങനെ എഴുതണം? അൺഈക്വൽ ആയിരിക്കണം. 3 3 ആയിട്ട് എഴുതിയാൽ തെറ്റി. അപ്പോൾ അത് എന്തായി? ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആയി. അപ്പോൾ 5 1 ആണെങ്കിൽ അത് ഫെറി മാഗ്നറ്റിക് ആണ്. 5 എണ്ണം താഴത്തേക്കും 1 എണ്ണം മുകളിലേക്കും, അല്ലെങ്കിൽ 4 എണ്ണം താഴത്തേക്കും 2 എണ്ണം മുകളിലേക്കും അങ്ങനെ വരച്ചാലേ അത് എന്താവുള്ളൂ? ഫെറി മാഗ്നറ്റിക് ആവുള്ളൂ. അപ്പോൾ എന്താണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നമ്മൾ ഹൈ മാഗ്നറ്റിക് മൊമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒക്കെ ധാരാളം ഉണ്ട്. പക്ഷേ സ്മോൾ വാല്യൂ നെറ്റ് മൊമെൻറ്റ് കിട്ടുള്ളൂ, കുറച്ച് ക്യാൻസൽ ചെയ്ത് പോകും. അതാണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ മാഗ്നറ്റൈറ്റ്, Fe3O4. Fe3O4 എന്ന് പറഞ്ഞൊരു മിക്സഡ് ഓക്സൈഡാണ്. ഏതൊക്കെയാണ് അതിലുള്ള 2 ഓക്സൈഡുകൾ? FeOയും Fe2O3. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ, FeOയുടെയും Fe2O3ൻ്റെയും കോമ്പിനേഷൻ ഉണ്ടാവും. അതായത് ഒരു മിക്സഡ് ഓക്സൈഡാണ് Fe3O4. മാഗ്നറ്റൈറ്റ് എന്നാണ് അറിയപ്പെടുക. ഈ മാഗ്നറ്റൈറ്റിലെ ഒരു അയണിന് പകരം മെഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്കാണ് വന്നതെങ്കിൽ, ഒരു അയൺ പോയി അപ്പോൾ Fe2 എന്നായി. പകരം ആ ഒരു മാറ്റിയ അയണിന് പകരം മെഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് വെച്ചാൽ ഫെറൈറ്റ് എന്നുള്ള വിഭാഗത്തിലുള്ള കോമ്പൗണ്ട് കിട്ടും, Mg_Fe2O4 അല്ലെങ്കിൽ Zn_Fe2O4. അപ്പോൾ ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്, ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസിന് എക്സാമ്പിളാണ്. മാഗ്നറ്റൈറ്റും ഫെറൈറ്റ്സും. ഫെറൈറ്റ്സിൻ്റെ 2 എക്സാമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസും ഇതുപോലെ ഹീറ്റ് ചെയ്താൽ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്.
ഈ മുകളിലുള്ളത് എന്തിൻ്റെ അലൈൻമെൻറ്റാണ്? മാഗ്നറ്റിക് ഡൊമൈൻസ് എന്ന് പറയാം. മാഗ്നറ്റിക് ഡൊമൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സിൻ്റെ ഒരേ ഡയറക്ഷനാണ്. അതുകൊണ്ട് ഇത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ അലൈൻമെൻറ്റാണ്, മാഗ്നറ്റിക് ഡൈപോൾസിൻ്റെ അലൈൻമെൻറ്റാണ്. ഇനി താഴെ കാണിച്ചിട്ടുള്ളതോ 1, 2, 3. 3 in the upward direction and 3 in the downward direction. Therefore, it will be the alignment of magnetic dipoles or magnetic domains in the anti-ferromagnetic substance. Then the third one will be the alignment of magnetic moments in ferromagnetic substance. That is unequal number in opposite direction. 1, 2, 3, 4. 4 in the upward direction and 2 in the downward direction. Therefore, it is ferromagnetic substance. ഇപ്പോൾ ഇത്രയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇതോടെ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. Thank you all.